കേരള സർവകലാശാലയിൽ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ വൻ ക്രമക്കേട്. 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. നിരവധി ഫലങ്ങളിൽ പ്രശ്നം കണ്ടെത്തിയതോടെ റാങ്ക് പട്ടിക പിൻവലിച്ചുവെന്നറിയുന്നു. വിദ്യാർത്ഥിനിയുടെ പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. ഗോപാൽ ശിലാസനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. എന്താണ് കേരള സർവകലാശാലയിൽ സംഭവിച്ചത്? ഇത് മാനുവലായിട്ടുള്ള ചെക്കിംഗ് ആയിരുന്നോ സംഭവിച്ചത്? മൂല്യനിർണ്ണയത്തിൽ എൻട്രൻസ് പരീക്ഷയുടെ പേപ്പറാണ്. ഏത് പരീക്ഷയിലാണ്, ഏത് വകുപ്പിലേക്കാണ്, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ ഗോപാൽ? ഡോക്ടർ അരുൺ, ഇക്കഴിഞ്ഞ മെയ് മാസം 8-ാം തീയതിയാണ് കേരള സർവകലാശാലയിലെ കാര്യവട്ടം ക്യാമ്പസിൽ 16 വകുപ്പുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ നടന്നത്. 3600ഓളം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതിയത്. ഈ പരീക്ഷാഫലം വന്നതോടുകൂടി തന്നെ പല വിദ്യാർത്ഥികൾക്കും തങ്ങൾ ഉദ്ദേശിച്ചതുപോലെയുള്ള മാർക്കില്ല എന്ന് വലിയ തരത്തിലേക്ക് പരാതികൾ ഉയർന്നു. ഇതിൽ ഒരു വിദ്യാർത്ഥിനി താൻ എഴുതിയ അത്രയും മാർക്ക് തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് കാട്ടി സർവകലാശാലയ്ക്ക് രേഖാമൂലം പരാതി നൽകുകയും ആ പരാതി സർവകലാശാല അന്വേഷിക്കുകയും ചെയ്തു. ആ വിദ്യാർത്ഥിനിയുടെ പേപ്പർ എടുത്ത് പുനഃപരിശോധന നടത്തിയപ്പോൾ വിദ്യാർത്ഥിനി നൽകിയ പരാതി ശരിയാണെന്ന് കണ്ടെത്തി. വിദ്യാർത്ഥിനിക്ക് ലഭിച്ച മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്ന് കണ്ടെത്തി. തുടർന്ന് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ മറ്റ് പല വിഭാഗങ്ങളിലെയും ചില പേപ്പറുകൾ വീതം എടുത്ത് ഇത്തരത്തിൽ ഒന്നുകൂടി പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഗുരുതരമായ ക്രമക്കേട് ഈ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ നടന്നു എന്ന തരത്തിലേക്കുള്ള കണ്ടെത്തൽ ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഇങ്ങനെ ഒരു കണ്ടെത്തൽ ഉണ്ടായതിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ റാങ്ക് പട്ടിക പിൻവലിക്കുന്നു എന്നറിയിച്ചുകൊണ്ട് സർവകലാശാല ഇന്ന് ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് ഇറക്കി. ഉടൻ തന്നെ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കുമെന്നും സർവകലാശാല അറിയിച്ചിരുന്നു. എന്തായാലും അധ്യാപകരുടെ ഭാഗത്തു നിന്ന് മാത്രമുണ്ടായ വീഴ്ചയാണ് ഇത് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. മൂല്യനിർണ്ണയത്തിൽ ഈ പേപ്പർ നോക്കിയതിലും പരീക്ഷയുടെ മാർക്ക് കൂട്ടിക്കിഴിച്ചെടുത്തതിലും വലിയ തരത്തിലേക്ക് പോരായ്മ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്ന CSSന്റെ വൈസ് ചെയർമാൻ അദ്ദേഹത്തിനോട്, ഹിന്ദി വിഭാഗം അധ്യാപകനാണ് അദ്ദേഹത്തിനോട് സർവകലാശാല രജിസ്ട്രാർ വിശദീകരണം തേടിയിട്ടുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചത്, എങ്ങനെയാണ് ഈ വീഴ്ച ഉണ്ടായത് എന്ന് സംബന്ധിച്ച കാര്യങ്ങൾ അടിയന്തരമായി തന്നെ രേഖാമൂലം വിശദീകരണമായി നൽകണം എന്നതാണ് രജിസ്ട്രാർ ഈ വൈസ് ചെയർമാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിനോടൊപ്പം തന്നെ ഈ ഫലം വേഗത്തിൽ പുനഃപരിശോധന നടത്തി ഒരു തരത്തിലും വൈകൽ ഉണ്ടാകാതെ, വീഴ്ച ഉണ്ടാകാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും, അർഹരായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കുന്ന തരത്തിലേക്കുള്ള പുനഃപരിശോധനാ ഫലം വേഗത്തിൽ പുറത്തുവിടണമെന്നും അറിയിച്ചിട്ടുണ്ട്. കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം നാക്കിന്റെ A++ ലഭിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ സർവകലാശാലയാണ്. രാജ്യത്ത് തന്നെ ആദ്യ 21 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഒരു സർവകലാശാലയാണ്. ആ സർവകലാശാലയിൽ നിന്നാണ് ഇപ്പോൾ തുടർച്ചയായി ഇത്തരത്തിൽ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ മറ്റേതെങ്കിലും തരത്തിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ സർവകലാശാല അധികൃതർ പരിശോധിച്ചു വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടതാണ്, ആഴത്തിൽ തന്നെ പരിശോധിക്കണം. അതല്ല സാധാരണ സംഭവിച്ചു പോയ ഒരു കൈപ്പിഴയാണെങ്കിൽ അതനുസരിച്ചുള്ള നടപടികളാണ് ഉണ്ടാവുക. കേരള സർവകലാശാലയിലെ 4 വർഷ ഡിഗ്രി കോഴ്സിലെ എൻട്രൻസ് പരീക്ഷയിലാണ് ഇപ്പോൾ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ ക്രമക്കേട് നടന്നുവെന്നൊരു വിദ്യാർത്ഥിനി പരാതിപ്പെടുന്നതും വിദ്യാർത്ഥിനിയുടെ പരാതിയെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ മാറ്റം വരുന്നതും.